വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഞങ്ങളുടെ ഫെയർവെൽ ഡേ ആണ്. നമ്മൾ എത്ര നാളായി കാത്തിരിക്കല്ലോ കുഞ്ഞുമേ. അതെ, അങ്ങനെ അവസരം വന്ന് ഫെയർവെൽ ഡേ ആയി. ഞങ്ങൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഇന്നലെ ലേറ്റ് നൈറ്റ് വരെ ഞങ്ങൾ കഠിനമായ പ്രാക്ടീസിലായിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഉറക്കച്ചെറുപ്പുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെ 8 മണി 3 മണിയായില്ലേ കിടന്നപ്പം? 3:30 ആയി കിടന്നപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുത്താണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഫെയർവെൽ ഡേ വ്ളോഗാണ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫെയർവെല്ലിൽ സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്നത്തെ ലേറ്റ് നൈറ്റ് പ്രാക്ടീസ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബെങ്ക് അവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത്. അങ്ങനെ സ്കിൻ കെയറും പരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസാണ്. ആ മുഖത്തിട്ടേക്കുന്ന ഉണങ്ങുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ തലേദിവസം പഠിച്ചത്തെ ഡാൻസ് ഒന്ന് ഓർത്ത് നോക്കി. പിന്നെ കുളിച്ചൊക്കെ വന്നു. നമ്മുടെ ഫെയർവെൽ യെസ്, ഞങ്ങൾ ഇതാ നെയിൽ പോളിഷ് കാണിക്കും. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു. എന്താണെന്നറിയില്ല, കല്യാണത്തിന് പോകുന്ന ഫീലാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തോ ലാസ്റ്റ് ആയിട്ട് ഒരുങ്ങണത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു പാർലറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ബംഗോ ഞാനും ബംഗും കൂടെ ഉള്ള ഇനി എന്തോരം വ്ളോഗ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര പേളിമാണി പറഞ്ഞൊരു വിഷൻ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഭാവിയിൽ അതുപോലെയൊക്കെ ആയാൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് വരും. വീണ്ടും വന്നിരിക്കുന്നു വ്ളോഗ്. ഗൈസ്, ഞങ്ങൾ സാരി ഡ്രൈപ്പ് ചെയ്യാൻ പോകട്ടെ. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളോട് 2:30-3 മണിയാകുമ്പം എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളിത് എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി. സാധാരണ അതിൽ ഞങ്ങളുടെ കോളേജിൽ ഓണത്തിനും ഈ ഫെയർവെല്ലും ഈ പരിപാടികൾക്കാണ് ഇത്രയധികം ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സ് ഒക്കെ കണ്ടില്ലേ, ഇൻസൈഡൊക്കെ ചെയ്ത് സെറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഗെയിം സെഷൻ ആയിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ ഞങ്ങൾ കുട്ടികൾ ഒരുപാട് ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഔട്ട്ഡോറിലെ ഗെയിംസും പരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങൾ നേരെ ഇൻഡോറിലേക്ക് പോയി. ചെന്നപ്പോൾ തന്നെ നമ്മുടെ ജൂനിയേഴ്സിന്റെ ബോയ്സിന്റെ ഗേൾസിന്റെ ഒക്കെ വക നല്ല അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ യൂണിയനും കുട്ടികളെല്ലാം കൂടെ ചേർന്ന് നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതാണിത്. നമ്മൾ 106 പേരടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ നമ്മളെ 106 പേരുടെ ഫോട്ടോസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് എന്താ പറയുക, ഫ്രൂട്ടി കഴിക്കാനുള്ളത് ഒക്കെ എത്തി. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പോൾ പോയ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരുടെ വിഷസ് വീഡിയോസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പോയ ടീച്ചേഴ്സിന്റെ വിഷസ് വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി സംസാരിച്ചു. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, പാട്ട് ഡാൻസ് പരിപാടികളൊക്കെ ആയിരുന്നു.
അങ്ങനെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. നമ്മൾ പോകാനായി, ഇനി നമുക്ക് അധികം നാളൊന്നും ഇല്ല ഈ കോളേജിൽ നടന്നപ്പോൾ. ഓ മൈ ഗോഡ്, എല്ലാവരും ഭയങ്കര ഇമോഷണൽ സീനായിരുന്നു. അത് കണ്ടില്ല, നമ്മുടെ പൂജയൊക്കെ കരച്ച് തുടങ്ങി. പിന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. നമ്മുടെ മേലെ ടെറസിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം ജൂനിയേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിന് ശേഷം എനിക്ക് അധികം വ്ളോഗോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ട്, പിന്നെ കുറേ ഫോട്ടോസ് എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കോളേജ് അടിപൊളിയാണ്. വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എത്രമാത്രം നമുക്ക് മിസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വ്ളോഗ്. ഞാൻ അധികം ഇനി ഇടാൻ, എനിക്ക് ഒന്നാമത്തെ കാര്യം ക്ലിപ്സ് അധികം ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഭയങ്കര ആ ഒരു മൂഡിലങ്ങ് പോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ.